17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം T20 ലോക കിരീടം വീണ്ടും രാജ്യത്തേക്ക് വിരുന്നെത്തിയ ആഹ്ലാദത്തിലാണ് ഇന്ത്യൻ കായിക പ്രേമികൾ. പുരുഷ ടീമിന്റെ കിരീട നേട്ടം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ വനിതാ ടീം. ഒക്ടോബറിൽ ബംഗ്ലാദേശിൽ വെച്ച് ആരംഭിക്കുന്ന T20 വുമൺസ് വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന ഏഷ്യ കപ്പിനായി ഇന്ത്യൻ ടീം നാളെ ഇറങ്ങും. പാകിസ്ഥാനുമായാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ആദ്യ മത്സരം. ശ്രീലങ്കയിലെ ദാംബുള്ളയിൽ നേപ്പാളും UAE തമ്മിലാണ് ഉദ്ഘാടന മത്സരം. ഒരു ഇടവേളയ്ക്ക് ശേഷം നേപ്പാൾ വീണ്ടും തിരിച്ചെത്തുന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ഏഷ്യ കപ്പിന്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ, നേപ്പാൾ, UAE എന്ന ടീമുകളും, ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, മലേഷ്യ, തായ്ലൻഡ് എന്നീ ടീമുകളും മാറ്റുരയ്ക്കും. 12 ഗ്രൂപ്പ് മത്സരങ്ങളടക്കം 15 മത്സരങ്ങളാണ് ടൂർണമെന്റിലുള്ളത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെ നേതൃത്വത്തിൽ കളത്തിലിറങ്ങുന്ന ഇന്ത്യ കിരീടത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഫോമിലുള്ള സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും ബാറ്റിംഗിൽ ഇന്ത്യക്ക് മുതൽക്കൂട്ടാവും. ബൗളിംഗിൽ പേസർ പൂജ വസ്ത്രാക്കറും സ്പിന്നർമാരിൽ രാധാ യാദവിന്റെ തിരിച്ചുവരവും ഇന്ത്യൻ ടീമിന് കരുത്തേകും. മലയാളി താരങ്ങളായ ഋതിക, റിനിക, ഋഷിത സഹോദരങ്ങൾ UAE വേണ്ടി മത്സരത്തിനിറങ്ങുന്നു എന്നുള്ള കൗതുകം കൂടിയുണ്ട് ഈ ഏഷ്യ കപ്പിന്.